ഹണി നിൽക്ക്. എക്സ്ക്യൂസ് മീ മാഡം, എനിക്ക് നിങ്ങളുടെ മീശ ഒന്ന് തരാമോ? അയ്യോ കൊച്ചളിയ രക്ഷിക്കേ. ഇതാ പിടിച്ചോ. ഞാൻ പിടിച്ചു. കുറെ നാളുകൾക്ക് ശേഷം ഈ കളി കളിച്ചപ്പോ സന്തോഷം തോന്നുക. ഹണി ബോളിട്. ബോളിടാ. ഹണി ഓടിക്കോ. എന്റെ അമ്മച്ചി നന്നായിട്ട് കൊണ്ടെന്നാ തോന്നുന്നേ. എന്തിനായിരിക്കുന്നത് എപ്പോഴും പണി തരുന്നത്? എടാ കർത്താ, നിനക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. കർത്താ ഓടിക്കോ. കർത്താ എല്ലാവരുടെയും സുഹൃത്താ. ദാ നോക്ക്, ഇവൻ കാണിക്കുന്ന കള്ളത്തരങ്ങൾ കണ്ട് വിശ്വസിക്കരുത്. കളിയിൽ ഇറങ്ങുമ്പോ ഒരു ബന്ധത്തെ കുറിച്ച് ഓർക്കരുത്. ഇവൻ എഴുന്നേക്കുന്ന ഇല്ലല്ലോ, സംശയമുണ്ടോ? അതെ ഭായ്, ഇവൻ വെട്ടിയിട്ട വാഴത്തട പോലെ വീണ് കിടക്കുകയാണല്ലോ. എന്റെ കാൽ അനക്കുന്നില്ല. കൂട്ടുകാരൊരിക്കലും ആപത്തി കൈവിടരുത്. എഴുന്നേക്ക്, എഴുന്നേക്കാൻ. എന്നെ കൊണ്ട് കഴിയുന്നില്ല. മുൻപും ഇതുപോലെ സംഭവിച്ചിട്ടുണ്ട്. എന്താ ഇത്? വേഗം വാ, ഇവനെ ഡോക്ടർ ബാലുവിന്റെ അടുത്ത് കൊണ്ടുപോകാം. വേണ്ട, അദ്ദേഹത്തിന്റെ അനിയന്റെ അടുത്തേക്ക് എന്നെ കൊണ്ടുപോകൂ. കഴിഞ്ഞ പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ അടുത്ത് കൊണ്ടുപോകാനാണ് ബാലു പറഞ്ഞത്. അദ്ദേഹത്തിന്റെ ആയുർവേദ എണ്ണ വെച്ചാണ് കഴിഞ്ഞ പ്രാവശ്യം ഇത് ശരിയായത്. ശരി, എന്നാ നമുക്ക് അങ്ങോട്ട് പോവാം. സംശയമുണ്ടോ? എന്നോട് ക്ഷമിക്കൂ, ഞാൻ അറിയാതെ ചെയ്തു പോയതാണേ. It's okay. ഇവിടെ വരൂ. പറക്കുന്ന പൊടിക്ക് ഈ മരുന്ന് ബെസ്റ്റാണ്. പൊടിക്ക് കൈക്ക് ഈ മരുന്ന് ബെസ്റ്റാണ്. തലയിലുണ്ടാകുന്ന ടെൻഷൻ മുഴുവൻ മാറും. എല്ലാവരുടെ രോഗവും പമ്പ കിടക്കും. വിശ്വസിച്ച് മരുന്ന് വാങ്ങി കഴിക്കൂ. ഭേദമാവാത്തവരുടെ കാശ് തിരിച്ചു വാങ്ങിച്ചേക്കൂ. വൈദ്യട്ടോ, ഞങ്ങളുടെ നന്ദുവിന് വേണ്ടി കുറച്ച് തൈലം വേണം. സംശയമുണ്ടോ? ഇവിടെ വരൂ. എയറോപ്ലെയിൻ പോലെ ആയിരിക്കുകയാണ്. എണ്ണ തടവി എന്ന് വെച്ച് ഇവൻ എഴുന്നേക്കാൻ പോകുന്നില്ല എന്ന് നിങ്ങളെല്ലാവരും വെപ്രാളപ്പെടുന്നത് നിങ്ങളുടെ തലയ്ക്ക് നല്ലതല്ല. ഇവന്റെ കാല് തളർന്നിരിക്കുകയാണ്. നിങ്ങൾ പണ്ടെങ്ങാനും ഒരു എണ്ണ കൊടുത്തിരുന്നല്ലോ, ആ എണ്ണയാണ് വേണ്ടത്. ഓ, അതായിരുന്നു യഥാർത്ഥ എണ്ണ. ഒരു 1.5 എണ്ണയായിരുന്നു. അതല്പം ട്രെയിനിന് തടവിയാൽ പോലും ട്രെയിൻ നന്നായിട്ട് ഓടും. അത് വന്നതോടുകൂടി മറ്റുള്ളവയെല്ലാം ഫ്ലോപ്പായി. എന്റെ ഭായ്, വെറുതെ തലയ്ക്ക് ചൂട് പിടിപ്പിക്കരുത് കേട്ടോ. വൈദ്യ ചേട്ടാ, ഈ ബയോഗ്രാഫി എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കാതെ എണ്ണ എടുക്കാൻ നോക്ക്. അത് നടക്കില്ല, എണ്ണ തീർന്നു പോയല്ലോ. എങ്കിൽ വേറെ ഉണ്ടാക്ക്. ഇവിടെ വരൂ. അത് സാധാരണ എണ്ണയല്ല. അതിനായി കഴുകന്റെ കുട്ടിയുടെ തൂവൽ വേണം. കടലിന്റെ അടിയിലുള്ള നീല ശംഖ് വേണം. മലയുടെ മുകളിലുള്ള കത്തിരിച്ചെടിയുടെ തണ്ട് വേണം. പെൺസിംഹത്തിന്റെ മീശമുടി വേണം. ഇങ്ങനെ പല സാധനങ്ങൾ വേണം. ഇതെല്ലാം കൂടി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ആ എണ്ണ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. എന്റെ അമ്മോ, ഇത്രയും സാധനങ്ങൾ ഉറപ്പായിട്ട് എവിടെയും കിട്ടില്ല. ഇതൊക്കെ വെച്ചാണോ എണ്ണ ഉണ്ടാക്കുന്നത്? അതുകൊണ്ടാണ് എണ്ണ പ്രശസ്തമായത്. എന്റെ വായിൽ വെള്ളൂറിക്കൊണ്ടിരിക്കയാണ്. എണ്ണയെ കുറിച്ച് ഓർത്താണോ? അല്ല, എണ്ണയിൽ വറുത്ത കോഴിയെ കുറിച്ച് ആലോചിച്ച്. ഇവിടെ വരൂ. തിന്നുന്നതിനെ കുറിച്ചല്ല, എണ്ണയെ കുറിച്ച് ഓർത്ത് നോക്കൂ. അല്ലെങ്കിൽ പിന്നെ നിങ്ങളുടെ കൂട്ടുകാരൻ എന്നും ഇങ്ങനെയായിരിക്കും. മനസ്സിലായോ? കർത്താ എല്ലാവരുടെയും സുഹൃത്താ. ഒച്ചുപോലാകാൻ എനിക്ക് ഇഷ്ടമല്ല. നീ വിഷമിക്കണ്ട, എല്ലാ സാധനങ്ങളും ഞങ്ങൾ തീർച്ചയായും കൊണ്ടുവരും. അതെ, ഞാനും തോത്താറമ്മ കൂടി പോയി കഴുകന്റെ കുഞ്ഞിന്റെ തൂവൽ കൊണ്ടുവരാം. സംശയമുണ്ടോ? ഞാൻ അദ്ദേഹം പറഞ്ഞ പൂ കൊണ്ടുവന്നേക്കാം. ഞാനും ബണ്ണിയും പോയി പെൺസിംഹത്തിന്റെ മീശ കൊണ്ടുവരാം. അതെ, സമുദ്രത്തിന്റെ അടിയിലെ നീലശങ്ക ആര് കൊണ്ടുവരും? ഞാൻ കൊണ്ടുവരാം. സ്കൂബ ഡൈവിംഗ് ചെയ്തിട്ട് കുറെ നാളായി. ഇപ്പൊ ചെയ്തേക്കാം. വെരി ഗുഡ്, വരൂ. നീ വലിച്ചെറിഞ്ഞ വാഴപ്പഴത്തിന്റെ തോല് പോലായി. ഇവിടെ വരൂ. ഈ ആയുർവേദ ചെടിയിൽ അല്പം നേരം വിശ്രമിക്കൂ. നല്ല സുഖമായിരിക്കും. എന്റെ ഭായ്, ഈ തൂവൽ എവിടെയാ ഒന്ന് കിട്ടുക? അതിനു വേണ്ടിയാ ഇങ്ങോട്ട് വന്നത്. കഴുകന്റെ കുഞ്ഞിന്റെ തൂവൽ പറിച്ചെടുക്കണം. അതിന് താൻ എന്നെ സഹായിക്കണം. ചിലപ്പോ അവരെന്നെ ആക്രമിക്കും. സംശയമുണ്ടോ? ശരിയെന്നാ.
ആ വാ അതിലേ പോകാം. കൊച്ചളിയ നമ്മള് വൈദ്യന്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചില്ല. ഈ പെൺസിംഹത്തിന്റെ ലെഫ്റ്റ് സൈഡിലെ മീശ വേണോ അതോ റൈറ്റ് സൈഡിലെ മീശ വേണോന്ന്. അയ്യോ 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 എന്റെ ബോ, ഈ വെള്ളത്തിന് വല്ലാത്ത തണുപ്പാണല്ലോ. എന്തായാലും ഈ ശങ്കെടുത്ത് അങ്ങോട്ട് നീല പെയിന്റ് അടിച്ച് കൊടുത്തേക്കാം. നോ ചീറ്റിംഗ്. ഇല്ല, കൂട്ടുകാരുടെ ജീവൻ ആപത്തിലാണ്. എന്തായാലും തണുപ്പ് സഹിച്ച് ഇറങ്ങിയേക്കാം. എന്റെ ഭായ് ആ തൂവലൊന്ന് തരാമോ പ്ലീസ്? ഇതെന്താ ഭിക്ഷ എടുക്കാൻ വന്നതാണോ? ഡേയ്, സഹായം ചോദിക്കാനാണ്. സഹായം. സംശയമുണ്ടോ? ഡാഡി, ഇവരെന്നെ ശല്യപ്പെടുത്താൻ വന്നിരിക്കുന്നു. എന്റെ മോനെ ഡിസ്റ്റർബ് ചെയ്യാണോ നിങ്ങള്? ഏയ്. വേറൊരുത്തം കൂടി ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അത്ര പെട്ടെന്നൊന്നും രക്ഷപ്പെടില്ലടാ. തോത്താറാമെ വിട്ടോ, തൂവല് കിട്ടി. ഇനി എങ്ങനെ ഇവിടെ കണ്ടാ നിന്റെയൊക്കെ പണിയാൻ തീർക്കും, പറഞ്ഞേക്കാ. അതാ നിൽക്കുന്നു പെൺസിംഹം. ഇനി ഇപ്പൊ എന്താ ചെയ്യാ? പണി നിൽക്ക്. എക്സ്ക്യൂസ് മീ മാഡം, എനിക്ക് നിങ്ങളുടെ മീശ ഒന്ന് തരാമോ? അയ്യോ കൊച്ചളിയ, രക്ഷിക്കേ. പണി ഓടിക്കോ. ഓടിയാൽ എങ്ങനെയാ സിംഹത്തിന്റെ മീശ പറിച്ചെടുക്കാൻ കഴിയാ? എടാ വേണ്ട, തിരിച്ചു വാ. അല്ല, നിങ്ങൾക്ക് ജലദോഷം പിടിച്ചെന്ന് തോന്നുന്നു. താങ്ക് യു. കൊച്ചളിയ, മീശ കിട്ടിപ്പോയി. എന്നാ വേഗം വാ, നമുക്ക് ഇവിടുന്ന് പോകാം. വഴി അടഞ്ഞു കിടക്കുകയാണല്ലോ. ഞാനിപ്പോ എങ്ങനെയാണ് പോവുക? ഇതെന്ത് ശബ്ദമാണിത്? ഞങ്ങളുടെ സ്ഥലത്തേക്ക് വരാൻ മാത്രം നിനക്ക് എവിടുന്ന ധൈര്യം കിട്ടിയത്? നോക്ക്, ഞാൻ പറഞ്ഞത് കേൾക്ക്. എന്റെ സുഹൃത്ത് സുഖലാതെ കിടക്കുകയാണ്. നിങ്ങൾ ആവശ്യമില്ലാതെ എനിക്ക് പ്രശ്നം തരാൻ നോക്കുകയാണോ? എനിക്ക് ഉടൻ തന്നെ ബെഗിനി പൂ വേണം. അയ്യോ, ഞങ്ങളെ വെറുതെ വിട്ടേക്ക്. ഞങ്ങൾ തീർച്ചയായിട്ടും നിന്നെ സഹായിക്കാം. ഒരു ഗുഹയുണ്ട്, അത് നീ പറഞ്ഞ സ്ഥലത്തേക്ക് തന്നെ കൊണ്ട് വിട്ടേക്കും. ഇതാ നിൽക്കുന്നു നീ പറഞ്ഞ കത്തിരിപ്പൂവ്. നീലശങ്ക് അന്വേഷിച്ച് ഞാനിപ്പോ നീലയായിട്ട് മാറിയിരിക്കുക. കൊള്ളാം, നീലശങ്ക് കിട്ടിപ്പോയി. ഓടിക്കോ.
എന്റെ ഭായി വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടണം. എന്റെ കാല് ഭേദമായി. എല്ലാവരുടെയും സുഹൃത്താ, താങ്ക് യു കൂട്ടുകാരെ. ഇവിടെ വരൂ. നിങ്ങൾ എല്ലാവരോടും എനിക്ക് മറ്റൊരു കാര്യം കൂടി പറയാനുണ്ട്. എന്താ? ഇപ്പൊ എനിക്ക് കറുത്ത തത്തയുടെ മുട്ട വേണം, കുയിലിന്റെ കാലിലെ നഖം വേണം, ആമയുടെ മുട്ട വേണം, പഴയ കാട്ടുരാജാവിന്റെ നഖം വേണം, രഗിസ്ഥാനിൽ വളരുന്ന മുൾച്ചെടി വേണം, വെളിനാട്ടിലെ പെർഫ്യൂം വേണം, കുഞ്ഞു മീനിന്റെ എണ്ണ വേണം, കടലിന്റെ അടിയിലുള്ള ചിപ്പി വേണം. ചേട്ടായി, ഇയാൾ ഇങ്ങനെ ലിസ്റ്റൊക്കെ എഴുതി വെച്ച് നമ്മളോട് ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നത്? കാരണം നിങ്ങൾ ധീരന്മാരാണ്, വീരന്മാരാണ്, ലോകത്തിലെ മഹാവീരന്മാരാണ്. നിങ്ങളെ കൊണ്ട് മാത്രമേ ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് എത്തിക്കാൻ കഴിയുകയുള്ളൂ.